ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ നിയമവിശ്വാസം മൃഗബലിയുടെ അടിസ്ഥാനത്തിലല്ല, യേശുവിൻ്റെ കാൽവരി ബലിയുടെ അടിസ്ഥാനത്തിലാണ്. കാൽവരി ബലിയുടെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ സകല പാപങ്ങളും മോചിച്ച് തന്നെ പിന്തുടർന്ന് വരുന്നവർക്ക് രക്ഷയുടെ കാരണഭൂതനായി മാറി. ഈ പുതിയ നിയമത്തിൽ അതിൻ്റെ സത്ത് എന്ന് പറയുന്നത് 2 കൽപ്പനകളാണ്. അതൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വരെ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു സദൂക്യരെ നിശബ്ദരാക്കി എന്ന് കേട്ടിട്ട് പരീശന്മാർ ഒത്തുകൂടി. അവരിലൊരു ന്യായപ്രമാണ ഉപദേഷ്ടാവ് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട്, ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും മുഖ്യ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാകുന്നു ഒന്നാമത്തേതും മുഖ്യവുമായ കൽപ്പന. രണ്ടാമത്തേന് അതിനോട് സദൃശ്യം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ 2 കൽപ്പനകളിൽ അധിഷ്ഠിതമാണ്. ഇത് ഇച്ചിരി വലിയൊരു വിഷയമാണ്. ദൈവം അനുവദിക്കുമെങ്കിൽ മുന്നോട്ട് പല വീഡിയോകളിലായിട്ട് ഇതിനെക്കുറിച്ച് അല്പം ആഴമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആദ്യമേ സ്നേഹത്തെക്കുറിച്ച്, സ്നേഹം എന്താണ് എന്നതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. ഇത് ഒരു ബന്ധിക്കോസുകാരനും ചെയ്യുന്നില്ല, ഒരു വിശ്വാസിയും ചെയ്യുന്നില്ല എന്നുള്ള സത്യം. എൻ്റെ കാര്യം തീർന്നിട്ട് വേണ്ട അയൽക്കാരൻ്റെ കാര്യം നോക്കാൻ. എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കതിപ്പം ഈ സ്നേഹത്തിൻ്റെ അപ്പസ്തോലന്മാർക്ക് പോലും ഇതിൻ്റെ പ്രായോഗിക വശം ശരിക്കറിയത്തില്ല. ഇനി 1 യോഹന്നാൻ 2-ാം അധ്യായം ഒന്നെടുത്തേ, അതിൻ്റെ 15, 16, 17. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിൽ ഉള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാ, ലോകത്തെയോ ലോകത്തിലുള്ള യാതൊന്നിനെയോ സ്നേഹിക്കരുത്. ഒരാൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അയാളിലില്ല. എന്തെന്നാൽ ലോകത്തിലുള്ള സകലതും, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയെല്ലാം തന്നെ പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സഭകൾ നടത്തുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. ജഡമോഹത്തിനും കൺമോഹത്തിനും ജീവനത്തിൻ്റെ പ്രതാപനത്തിനും എല്ലാം വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നടത്തുന്നത് തന്നെ. അന്നേരം പറയുന്നത് അങ്ങനെയുള്ളവനിൽ ദൈവത്തിൻ്റെ സ്നേഹമില്ലെന്ന്. ഇതിപ്പോൾ യേശു പറഞ്ഞു നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ഇതെങ്ങനെ ഒക്കും എന്നുള്ളതാണ് ഒരു താവോട്ട് പറയുന്നത്. ലോകവും അതിൻ്റെ മോഹവും നീങ്ങിപ്പോകുന്നു, എന്നാൽ ദൈവഹിതം ചെയ്യുന്ന മനുഷ്യൻ എന്നേക്കും ജീവിക്കും. ദൈവഹിതം എന്താണെന്നറിയാൻ ദൈവത്തിൻ്റെ വചനമില്ലാതെ പറ്റിയല്ല. ഈ വിഷയത്തിലേക്ക് വരുമ്പോഴാണ് ഈ പരമ്പരാഗത പെന്തക്കോസ്തുകാരനും ന്യൂജൻകാരനും എല്ലാം ഒരുപോലെ കടന്ന് കുഴഞ്ഞു പോകുന്നത്. ഇതെങ്ങനെ ഇത് ഒപ്പിക്കും? 2 ഉദാഹരണം പറയാം. തെങ്ങുണ്ടാക്കിയത് ദൈവം, കള്ളുണ്ടാക്കിയത് മനുഷ്യൻ. പഴങ്ങളുണ്ടാക്കിയത് ദൈവം, അത് മാറ്റി മദ്യം ഉണ്ടാക്കിയത് മനുഷ്യൻ. ഈ തെങ്ങിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഇളനീര്, കരിക്ക്, എണ്ണ, ഇതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. പിന്നെ ഓലയുണ്ട്, മടലുണ്ട്, തീ കത്തിക്കാം, ചകിരിയുണ്ട്, കയറുണ്ടാക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തെങ്ങിൻ്റെ മണ്ട ഇത് കണ്ടിച്ച് മുറിച്ച് കള്ളുണ്ടാക്കും എന്നൊരു ജ്ഞാനം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ കൂമ്പ് കണ്ടിച്ചിട്ട് അതേ കുടം കമത്തി വെച്ചാൽ കള്ളുണ്ടായി വരുമെന്നുള്ളത് മനുഷ്യൻ കണ്ടുപിടിച്ച പണിയാണ്. ഇതെല്ലാം മനുഷ്യന് രക്തം ഉണ്ടാകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച സാധനങ്ങൾ മനുഷ്യൻ അത് മത്ത് പിടിപ്പിക്കാൻ വേണ്ടി മാറ്റി. അതായത് മനുഷ്യന് രക്തം ഉണ്ടാക്കാൻ വേണ്ടി ഈ കരിക്ക്, ഇളനീര്, ഈ മഗ്നീഷ്യത്തിൻ്റെയൊക്കെ കുറവുള്ളവർക്ക് കരിക്ക് വളരെ പെട്ടെന്ന് അത് എഫക്റ്റീവാണെന്നാണ് പറയുന്നത്. അതുപോലെ അനേക രോഗങ്ങൾക്ക് മരുന്നാണ് ഈ കരിക്ക്. ഇതിൻ്റെ വെള്ളം നല്ല പോഷക സമൃദ്ധമായ ഒരാഹാരമാണ്, അതിൻ്റെ വെള്ളവും നല്ലതാണ്. പക്ഷേ അത് കള്ളാക്കി മാറ്റുന്ന വിദ്യ മനുഷ്യൻ്റെ തന്ത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
വിശ്വാസി എന്ന് പറയുന്ന ഈ സ്നേഹം പറയുന്ന വിശ്വാസികളിൽ അനേകർ ബാറുള്ളവരുണ്ട്, ബാറിന് ഷെയർ ഉള്ളവരുണ്ട്, ഷാപ്പുള്ളവരുണ്ട്, ഷാപ്പിന് ഷെയർ ഉള്ളവരുണ്ട്, ബാറുകളിലെ മാനേജർമാരുണ്ട്, പിന്നീട് തെങ്ങും തോപ്പ് മേടിച്ച് ചെത്താൻ കൊടുത്തേക്കുന്നവരുണ്ട്, അത് ശുശ്രൂഷകന്മാരുണ്ട്. പാലക്കാട് സൈഡിലൊക്കെയുള്ള പല തെങ്ങും തോപ്പുകളും ശുശ്രൂഷകന്മാരുടെയാണ്, 100-400 ഏക്കറൊക്കെ. ഈ തലത്തിലേക്ക് ഈ കാര്യം എത്തിയപ്പോൾ വചനം എങ്ങോട്ട് പോയി? ശുശ്രൂഷകരും വിശ്വാസികളും ഇതിനകത്താകുമ്പോൾ പിന്നെ പറയുന്ന സ്നേഹം എന്താ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ വചനപ്രകാരമുള്ള കാര്യം ചെയ്യേണ്ടതല്ലേ? അപ്പോൾ അത് ചെയ്യാതെ എങ്ങനെയാണ് സഹോദരനോട് സ്നേഹം വരുന്നത്? ഈ രാത്രി പോയി ബാറ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ശുശ്രൂഷകർ നമ്മുടെ ഇടയ്ക്കുണ്ട്, ഷാപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുന്നവരുണ്ട്. രാത്രി പോയി 40 വർഷം മുമ്പ് തൃശ്ശൂർ ഇതൊരു വലിയ വിഷയം ഉണ്ടായതാണ്. ഒരു സഭയുടെ ശുശ്രൂഷകൻ പോയി ബാർ ഹോട്ടലിൽ പ്രാർത്ഥിച്ചു കൊടുത്തു. വിശ്വാസികൾ 2 ചേരിയായി പിരിഞ്ഞു. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെക്കാളും ഭയങ്കര തീക്ഷ്ണതയുള്ള കാലമാണ്. വിശ്വാസികൾ 2 ചേരിയായി പിരിഞ്ഞെങ്കിലും അവസാനം ഒരു സംഘം, നല്ലൊരു സംഘം വെളിയിൽ പോയി. പക്ഷേ കെട്ടിടവും സംവിധാനമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെയും കുറച്ച് പേര് വന്ന് ചേർന്നു. അവർക്ക് ഇതിൻ്റെ സാഹചര്യം വല്ലതും അറിയാവോ? ഇതിപ്പം വന്ന് ഈ സ്നേഹം മാത്രമായപ്പം കേരളത്തിൽ അങ്ങനെ ഒരു ഉപദേശത്തിൻ്റെ ഒരാഴങ്ങളിലേക്ക് ഇപ്പം മാറി. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ദിവസമോ വന്നൊരു ഒരു നീക്ക് ചാട്ടവും ബഹളവും പാട്ടും ഉണ്ടാക്കുക എന്നുള്ളതും, അതിന് ശേഷമായിട്ട് ഞായറാഴ്ച വന്നൊരു ബഹളവും ഒക്കെ ആയിട്ട് തീർന്നു. ഇനി ഇതിനകത്തൊരു സാക്ഷ്യം പറയാം. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കീബോർഡുകാരൻ, മിക്കവാറും വലിയ പുതിയ പാട്ടുകൾക്കൊക്കെ വായിക്കുന്ന ആളാണ്. അയാളെ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു കൺവെൻഷനിൽ ഒരിക്കൽ ഞങ്ങൾ വിളിച്ചു. 5:30 വരെ ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഓണാണ്. പക്ഷേ 6:30 ഞങ്ങൾ കൺവെൻഷൻ തുടങ്ങണം. 6 മണിയായപ്പോൾ ഫോൺ ഓഫായി. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ഒരു ലീഡിങ് പാട്ടുകാരനുണ്ട് കേരളത്തിൽ. അങ്ങേരോട് ചോദിച്ചു, ഇന്ന കക്ഷി വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾ ചോദിച്ചു, എവിടെയാ മീറ്റിംഗ്? ഞങ്ങൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് മീറ്റിംഗ്. അയ്യോ, എന്നാൽ അയാൾ അവിടെ വരികയല്ല. ഞാൻ ചോദിച്ചു, അതിനാ? അവിടെ എങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ 10 വെട്ടി അടിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ദേശത്ത് എഴുന്നേറ്റ് നിൽക്കാൻ മേല അത്രത്തോളം തരികടയാണ് അറിയപ്പെടുന്ന വായനക്കാരനാണ്. കീബോർഡുകളിൽ ഇന്ദ്രജാലം കാണിക്കുന്നവനാണ്. പക്ഷേ നാട്ടിലിറങ്ങിയ നാട്ടുകാർ നല്ല പെരുക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ബാംഗ്ലൂർ 50ഓളം വ്യക്തികളെ കളിപ്പിച്ചിട്ട് ഒരറിയപ്പെടുന്ന പ്രസംഗകൻ അവിടുന്ന് മുങ്ങിയിട്ടുണ്ട്. ചില കാലങ്ങൾക്ക് മുമ്പ് ഒപ്പിച്ചിട്ട് പോകുന്നതാണ്. ഈ തലത്തിലേക്ക് ഈ മേഖല മറിഞ്ഞപ്പോൾ ഇവർ പറയും പുതിയ നിയമത്തിൻ്റെ സത്ത് സ്നേഹമാണ്. പക്ഷേ സത്ത് സ്നേഹമാണെന്ന് ഇവർ പറയുമ്പോൾ തന്നെയും ഇവരുടെ അകത്തിരിക്കുന്നത് മുഴുവൻ ലോകമാണ്. കർത്താവ് പറഞ്ഞു ലോകം അതിനുള്ളത് ഒന്നിനെ സ്നേഹിക്കരുത്. എന്നിട്ട് പറഞ്ഞു അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ സ്നേഹം അയാളിലില്ല, പിതാവിൻ്റെ സ്നേഹം അയാളിലില്ല. എന്നാൽ ലോകത്തിലുള്ള സകലവും ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയെല്ലാം തന്നെ. ഇപ്പം ഇതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇതിൽ ഈ ജീവനത്തിൻ്റെ പ്രതാപം എന്നുള്ളതാണ് പ്രധാന വിഷയം. അതിനുവേണ്ടി പിടിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഈ സാധനമെല്ലാം ഉണ്ട്. കാരണം ഈ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നതൊക്കെ ഒരു നാണയത്തിൻ്റെ വിവിധ വശങ്ങളാണ്. ഇതിൽ ഒരെണ്ണം വന്നാൽ ബാക്കിയെല്ലാം വരും. ഒരെണ്ണം വന്നാൽ, അതായത് ദ്രവ്യാഗ്രഹം സകലവിധ ദൂഷ്യങ്ങളുടെയും വേരാന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ദേശത്തെ വിശ്വാസികളെ ഒന്ന് കൂട്ടിക്കേ. പരമ്പരാഗതക്കാർക്ക് പലർക്കും സ്വർണ്ണമില്ലെന്നല്ല ഉള്ളൂ, വേറെ എന്തിനേലും കുറവുണ്ടോ? വേറെ എന്തെങ്കിലും കുറവുണ്ടോ? ലിഫ്റ്റിക്ക് തൊട്ട് ബ്യൂട്ടീഷ്യൻ തൊട്ട് ബാക്കി ഇങ്ങോട്ടുള്ള എന്തെങ്കിലും മേഖല കുറവുണ്ടോ? ഡ്രസ്സ് നോക്കിക്കേ, എവിടെ പോയി കർത്താവിൻ്റെ ഒരു ലാളിത്യം? എന്തുകൊണ്ട് ഇതില്ലെന്നായി? കാരണം ഇത് മുഴുവൻ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന ദ്രവ്യാഗ്രഹ അവസ്ഥയിലേക്ക് അങ്ങ് വന്നുപോയി. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ സ്നേഹം പറഞ്ഞാലും ഉള്ളിലിരിക്കുന്നത് ലോകമാണ്.
അതുകൊണ്ടായി പ്രവൃത്തിയിൽ ഇതെല്ലാം കൂടെ വെളി വരുന്നത്. അതുകൊണ്ട് ഇത് വെളി വരുമ്പോൾ അത് ശരിക്കും ഒരു ദൈവവചനത്തിൻ്റെ സത്തോ സന്ദേശമോ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്നേഹത്തെ നിങ്ങൾ പിടിക്കുകയും ചെയ്യരുത്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, പിടിക്കപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പുറത്തെടുക്കാൻ അനുവദിക്കാതെ വചനത്തെ ഒഴിവാക്കി നിർത്തി അതിനെ മറയാക്കി നിർത്തിയിരിക്കുന്ന കപട സ്നേഹത്തെ ദൈവം പൊളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യാജ ഉപദേശവുമായി ഇറങ്ങിയിരിക്കുന്ന, എന്നാൽ യേശു പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളാതെ അത് പഠിപ്പിക്കാതെ അതിനനുസരിച്ചല്ലാത്ത ഒരു വ്യാജ സ്നേഹവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന കപട വിശ്വാസത്തെ ദൈവം പൊളിച്ചടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ നഗ്നത ദൈവം വെളിയിൽ കൊണ്ടുവരണമേ. കർത്താവേ, ഓരോ കള്ളന്മാരെയും ദൈവം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കള്ളന്മാരുടെ പിടികളിൽ പെട്ടുപോയ ജനത്തോട് ദൈവം ദയയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ച് വിടിയിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.